ഹായ് മക്കളെ, നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, നമ്മൾ ബൾബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബൾബിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വരും എന്ന് ഞാൻ ഉറപ്പ് തരാം. കാരണം സ്ഥിരമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ബൾബിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ബൾബിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് 3 തരത്തിലാണ് നമുക്ക് ബൾബ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ബൾബാണ് മക്കളെ ഫസ്റ്റ് കൊടുത്ത ബൾബ്. ഇത് ഏത് ബൾബാണ് മക്കളെ? ഫിലമെന്റ് ബൾബ്. ഏതാണ് മക്കളെ? ഫിലമെന്റ് ബൾബ്. രണ്ടാമത്തെ ബൾബാണ് മക്കളെ, ഏതാണ് ആ ബൾബ്? CFL ബൾബ്. ഏതാണ് മക്കളെ? CFL ബൾബ്. മൂന്നാമത്തെ ബൾബ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ LED ബൾബ്. അപ്പോൾ ഈ 3 ബൾബുകളാണ് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാൻ ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇതിൻ്റെ എന്താണ് ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ CFLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഒരുപോലെ പറയേണ്ടതാണ് കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൻ്റെ മക്കൾ പഠിച്ചതാണ്, ഫുൾ ഫോം പഠിച്ചു പോകണം കേട്ടോ. ഇനി അടുത്തതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് LED. എന്താ മക്കളെ LED-ൻ്റെ ഫുൾ ഫോം? LED-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും. എന്താ മക്കളെ പറയാം? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇതെന്ത് ചെയ്യണം? എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. ഇനി ഫിലമെന്റ് ബൾബിനകത്തുള്ള മെറ്റൽ ഏതാണെന്നെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ മറകണ്ട, അവനെ വിളിക്കുന്ന പേരാണ് ടങ്സ്റ്റൺ. ആരെ മക്കളെ? ടങ്സ്റ്റൺ. ഇതധികം USS എക്സാമിനൊക്കെയാണ് ചോദിക്കുക. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുകാരൻ ചോദിക്കുക. എന്നിരുന്നാലും ഇതൊന്ന് പഠിച്ചിട്ട് പോക്കോ. അപ്പോൾ മക്കളെ, ബൾബിനെ കുറിച്ച് മക്കളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്. ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ മക്കളോട് ചോദിക്കാം, ഈ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും വൈദ്യുതി ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും ഊർജ്ജം ആവശ്യമുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളതാണ് ഫിലമെൻ്റ് ബൾബ്. അവനാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യം. അപ്പോൾ കറണ്ട് ബില്ല് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി നമ്മൾ വലിച്ചെടുക്കുന്നത് ആരെ ഇക്കാരം? ഫിലമെൻ്റ് ബൾബ് ഇക്കാരം. പിന്നെയാണ് മക്കളെ ആര്? CFL ബൾബ്. ഓനേക്കാളും വൈദ്യുതി ക്ഷമത അല്ലെങ്കിൽ വൈദ്യുതി കുറവാർക്ക് ഇക്കാരം LED ബൾബാണ്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വൈദ്യുതി ആവശ്യകത കുറഞ്ഞത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ LED ബൾബാണ്. അവന് കൂടുതൽ എന്തിൻ്റെ ആവശ്യമില്ലടാ? വൈദ്യുതിൻ്റെ ആവശ്യമില്ല. അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, ഒരു ടേബിളൊക്കെ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം വോൾട്ടും അങ്ങനെ ഒക്കെ 250 വോൾട്ട് 450 അങ്ങനെ കുറേ വോൾട്ടുകൾ തരും. അതിൽ കണ്ട മക്കൾ മനസ്സിലായിക്കോ, LED ബൾബ് കണ്ടോ, ഓനാണ് എന്താവശ്യമില്ലാത്തത്? കൂടുതൽ വൈദ്യുതി ആവശ്യമില്ലാത്തത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ വൈദ്യുതി സംരക്ഷിക്കാനും കറണ്ട് കാത്തു സൂക്ഷിക്കാനും നമ്മൾ ചെയ്യേണ്ടത് എന്ത് വാങ്ങുക എന്നുള്ളതാണ് LED. അപ്പോൾ സേവ് ദ ഇലക്ട്രിസിറ്റി. വൈദ്യുതി സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ മക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നെങ്ങാനും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ LED ബൾബുകൾ കൂടുതലായിട്ട് വാങ്ങാൻ നോക്കുക. ഫിലമെൻ്റ് ബൾബ് നമ്മൾ കൂടുതലായി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂടിടാ? ഇലക്ട്രിക് ബൾബ് കൂടും. കൂടുതൽ 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 വൈദ്യുതി നമ്മൾ വെറുതെ കളയേണ്ടി വരും. ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്മൾ അടിച്ചിട്ട് പോകണം, സെറ്റാക്കിയിട്ട് പോകട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അസ്ലം സാർ പറഞ്ഞു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മക്കൾ ലൈവിന് വരാൻ മറക്കരുത് കേട്ടോ. സീവിടാ, ഓണം എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോകണം. ഫൈനൽ എക്സാമിനും ചോദിക്കാം. അന്നക്കും ഇതെന്ത് ചെയ്യണം? നോക്കിയിട്ട് പോകണം കേട്ടോ.